നമസ്കാരം. പ്രധാന വാർത്തകൾ. ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരുടെ ടൗൺഷിപ്പ്. റവന്യൂ മന്ത്രി ഇന്ന് വയനാട്ടിൽ. ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരുടെ ടൗൺഷിപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് വയനാട്ടിലെത്തും. ജില്ലാ കളക്ടറേറ്റിൽ രാവിലെ 10 മണിക്ക് അവലോകന യോഗം ചേരും. ടൗൺഷിപ്പ് പദ്ധതികൾ നടപ്പിലാക്കുന്ന എൽസ്റ്റൺ, നെടുമ്പാല എസ്റ്റേറ്റുകൾ മന്ത്രി സന്ദർശിച്ചേക്കും. ആസ്തി പരിശോധനയുടെ ഭാഗമായുള്ള സർവേ നെടുമ്പോല എസ്റ്റേറ്റിലും എൽസ്റ്റൺ എസ്റ്റേറ്റിലും ഇന്ന് തുടരും. 2 ആഴ്ച കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ശ്രമം. വളക്കൈ സ്കൂൾ ബസ് അപകടം, ഡ്രൈവർക്കെതിരെ കേസ്. വളക്കൈയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ഡ്രൈവർ നിസാമിനെതിരെ കേസ്. അശ്രദ്ധമായി വാഹനം ഓടിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ്. ശ്രീകണ്ഠാപുരം പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. നിസാമിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കും. നിസാമിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് അപകടത്തിൽ കലാശിച്ചതെന്ന MVI റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊല്ലത്ത് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു, തീപിടിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം. കൊല്ലത്ത് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് കാറിന് തീപിടിച്ചു. കാറിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചു. ഇന്ന് പുലർച്ചെയോടെയാണ് കൊല്ലമഞ്ചലിൽ ഒഴുക്കുപാറക്കല്ലിന് സമീപം കാർ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കാറിലുണ്ടായിരുന്ന മൃതദേഹം ആരുടെയെന്ന് വ്യക്തമല്ല. ഇന്നലെ രാത്രിയിൽ വലിയ ശബ്ദം കേട്ടിരുന്നതായും എന്നാൽ രാത്രിയായതിനാൽ ആരും അന്വേഷിച്ചില്ല എന്നും സമീപവാസികൾ പറയുന്നു. പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ വീട്ടമ്മയ്ക്ക് നേരെ ആക്രമണം, വീട്ടിലെത്തിയ അജ്ഞാതൻ അടിച്ചു ബോധം കെടുത്തി. ആലപ്പുഴ കലവൂരിൽ വീട്ടമ്മയെ അജ്ഞാതൻ അടിച്ചു ബോധം കെടുത്തി. ബോധം നഷ്ടമായ തങ്കമ്മയെ അക്രമി ഷാൾ കൊണ്ട് കഴുത്തിന് ചുറ്റി ജനൽ കമ്പിയിൽ കൂട്ടിക്കെട്ടി. അതിക്രമത്തിന് പിന്നാലെ വാതിലുകൾ പൂട്ടിയ ശേഷമാണ് അക്രമി മടങ്ങിയത്. അടുക്കള വാതിൽ തുറന്നാണ് വീട്ടുകാർ ബോധരഹിതയായ തങ്കമ്മയെ കാണുന്നത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമിയെ കണ്ടെത്താനായില്ല. മണ്ണഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പണമോ സ്വർണമോ നഷ്ടപ്പെട്ടിട്ടില്ല. തങ്കമ്മയുടെ കഴുത്തിന് പരിക്കേറ്റതായി പോലീസ് പറഞ്ഞു. കവർച്ചാ ശ്രമമായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ടെന്നും പോലീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇന്നും തുടരും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് പൊതുജനങ്ങൾ ഈ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്.